ഈ മുഖം നന്നാത്തതിന് കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഘടകകക്ഷികളെ ഒറ്റക്കെട്ടായി നിർത്താൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ആം ആദ്മി പാർട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ നേരത്തെ. ഈ ആം ആദ്മി പാർട്ടിക്ക് ഒരു ആവശ്യം വന്ന സമയത്തും അവരുടെ ഏക സീറ്റ് ഏക മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന ഡൽഹിയിൽ മത്സരം നടക്കുന്ന സമയത്ത് കോൺഗ്രസ് അവരെ കൂടെ നിന്നിട്ടില്ല. പിന്നെ അവരെന്തിനാണ് ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ നിൽക്കുന്നത്? അവരതിൻ്റെ ഭാഗമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു, അതിൻ്റെ കൂടെ ഉന്തിലൊരു തള്ളെന്ന് പറയുന്നവർ അവരവിടെ കൂടെ നിൽക്കുന്നതിനപ്പുറം ഇവർക്ക് അവരോട് പറയാൻ ഒരു അധികാരമില്ല. കാരണം കിട്ടിയാൽ വാങ്ങിക്കോളുക, അതിനേക്കാൾ അപ്പുറമൊന്നുമില്ല. അതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് 324 കണക്കാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പിന്നെ മഹാരാഷ്ട്രയിലെ അവസ്ഥ. അവിടുത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയമാണ്. ശിവസേന പക്ഷത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. കാരണം അവർ പിരിഞ്ഞ് 500 പീസായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്തുനിന്ന് അവർ പിന്നെ ഷിൻഡെ വിഭാഗത്തിലേക്ക് പോകണമെന്ന് ആലോചിച്ചിരിക്കുന്ന എം പിമാർ അവിടെ കൂടുതലാണ്. പക്ഷേ ഇതിനൊക്കെ കാരണം എന്താണെന്നറിയോ? ഈ കോൺഗ്രസ് പാർട്ടി പണ്ട് കാലങ്ങളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ പ്രാദേശിക പാർട്ടിയിലും കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോയതുകൊണ്ടാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്ന പ്രാദേശിക പാർട്ടികളെ ഒറ്റക്കെട്ടായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടിൻ്റെ പ്രശ്നം എന്താ? ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടീൻ്റെ അനുസരിച്ചുള്ള നിലപാടുകളാണ്. ഒരു സ്ഥലത്ത് ഇപ്പോൾ ഡൽഹിയിൽ ഇലക്ഷൻ വന്നു, അവിടെ കോൺഗ്രസ് മത്സരിക്കണം, അപ്പോൾ ശിവസേനയെ വിട്ടു. കേരളത്തിൽ ഇലക്ഷൻ വരുന്നു, CPM ഒഴിവാക്കണം, അവരെ വിട്ടു. പിന്നെ കർണാടകയിൽ വരുമ്പോൾ എന്താണ്, ഇവർ ഉദ്ദേശിക്കുന്ന സീറ്റ് കിട്ടുന്നില്ലേ, അവരെ കൂടെ നിൽക്കില്ല. ഇങ്ങനെ പറഞ്ഞ സംവിധാനങ്ങൾ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ ഘടകകക്ഷികളെ കൂട്ടിപ്പിടിച്ച് നിർത്താൻ കഴിയുന്നുണ്ടോ? ഘടകകക്ഷികളെ കൂട്ടിപ്പിടിച്ച് നിർത്താനുണ്ടെങ്കിൽ മാത്രമല്ലേ ഈ പറഞ്ഞ മുന്നണിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്ത് മുന്നണിയാണ്? ഇപ്പോൾ യാദൃശ്യമായി വന്ന ഒരു ഇലക്ഷനാണിത്. അല്ലെങ്കിൽ സാധാരണ ഇവരങ്ങനെ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഇവരെന്താ വിചാരിക്കുന്നത്? ഈ ബീഹാർ ഇലക്ഷൻ മാത്രം മുന്നിൽ കണ്ട് പോവുമായിരുന്നു. അതിനിടയ്ക്കാണ് യാദൃശ്യമായിട്ട് വന്നത്. അപ്പം കിട്ടേണ്ട സമയമായിരുന്നെങ്കിൽ, കാരണം ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ. കാരണം ബീഹാർ ഇലക്ഷനും ഈ പറഞ്ഞ വോട്ട് ചോരിയും അധികാര യാത്രയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു വോട്ടിങ്ങിൽ പോലും ഇവർക്ക് ആളെ കൂട്ടി നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസ് ഇന്ന് തന്നെയാണ് വലിച്ചതായത്. ഇപ്പം രാഹുൽ ഗാന്ധി അധികാര യാത്ര നടത്തുന്ന സമയത്ത് കേരളത്തിൽ ബിഡിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ VT ബൽറാം, ഇതാണ് കേരളത്തിലെ അവസ്ഥ. കാരണം BJPൻ്റെ കയ്യിൽ ഒരു ആയുധം ഇല്ലാതെ ഇങ്ങനെ രാഹുൽ ഗാന്ധിനെ എവിടെ അടിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കേരളത്തിൽ തന്നെ സ്വന്തം പാർട്ടി ഇവിടുന്ന് അയച്ചു കൊടുക്കുകയാണ് BJPക്ക് അങ്ങോട്ട്. അത് വിളിച്ച് പറയാൻ പ്രസംഗം നടത്തിയാൽ പോകില്ല കേട്ടോ. അപ്പോൾ KPCCൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ട് പോസ്റ്റ് ഇടുകയാണ്. അപ്പോൾ എന്താണ്, അവർക്ക് എല്ലാവർക്കും കിട്ടിക്കൊള്ളുമല്ലോ, ഒരാളെ പോലും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ്. അപ്പോൾ ഇത് എപ്പോഴും കോൺഗ്രസിനെ വലിച്ച് താഴെയിടുന്നതും കോൺഗ്രസിനെ പ്രശ്നത്തിലുണ്ടാക്കുന്നതും എല്ലാം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ ഘടകകക്ഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? അവരുടെ പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കുന്നുണ്ടോ? അവരുടെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കുന്നുണ്ടോ? അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? അവരെയും കൂടെ കേട്ടിട്ടാണോ ഈ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നത്? അതുപോലെ തന്നെയല്ലേ തിരിച്ചും കിട്ടുള്ളൂ. അപ്പോൾ അതല്ലാതെ പിന്നെ ഉപരാഷ്ട്രപതി ഇലക്ഷൻ വരികയാണ്. ഉപരാഷ്ട്രപതി ഇലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തോണം എന്ന് ആഹ്വാനിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം എന്താണ്, ഇവരുടെ ആവശ്യങ്ങൾക്ക് കൂടെ ഒന്നോന്ന് തീരുമാനിച്ചിട്ട് മാത്രമല്ലേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പിന്നെ എന്താ സംഭവം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ മാത്രമാണല്ലോ അവരെ മുന്നിലുണ്ടായിരുന്ന ഏക ലക്ഷ്യമെന്ന് പറയുന്നത്. അതുമായി മുന്നോട്ട് മാത്രമേ പോയിട്ടുള്ളൂ. അവിടെയും പ്രോപ്പറായിട്ടാണോ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുള്ളത്? അവിടെ നിന്ന് ഒരു ശക്തമായ പാർട്ടി എതിരായി നിൽക്കുന്ന BJP ആണ്. BJP, ഞാൻ എപ്പോഴും നേരത്തെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ BJPൻ്റെ ഇലക്ഷൻ നടക്കുന്നത് 2025 പിന്നെ 24 ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് പറയുമല്ലോ 250 സീറ്റിനധികം പിന്നെ സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്ന് പറയുന്ന സമയത്ത് നമ്മളിവിടുന്ന് മീറ്റ് ടെസ്റ്റിൽ പറയുന്നിരിക്കുന്നുണ്ടായിരുന്നല്ലോ 280 ശേഷം കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ കിട്ടാനാണ് എന്ന്. ഇവരാണ് നാഷണൽ ലെവലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അവർ നമ്മളോട് ചോദിക്കും ഇതെങ്ങനെ കിട്ടാനാണ് എന്ന്. കാരണം അവർക്ക് തന്നെ ഒരു വിശ്വാസമില്ല ഇത് കിട്ടുമോ കിട്ടില്ലയോ എന്ന്. അപ്പം ഇവർക്കിങ്ങനെ ലോട്ടറി അടിച്ച പോലെ കിട്ടുന്നതുകൊണ്ടാണ്. അല്ലാതെ ഈ ജനങ്ങൾ അധികാരത്തോട് മടുത്ത് നിവൃത്തിയില്ലാതെ കോൺഗ്രസിൻ്റെ കയ്യിൽ വെള്ളിത്താളത്തിൽ വെച്ച് കൊടുക്കുന്ന സാധനം എടുത്ത് അനുഭവിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം കോൺഗ്രസ് പണിയെടുത്തിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെ രാഹുൽ ഗാന്ധിനെ കുറിച്ച് പറയുന്നില്ല കേട്ടോ. രാഹുൽ ഗാന്ധി നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്, പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ മറ്റുള്ള നേതാക്കന്മാർ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കാരണം എത്രയോ മുതിർന്ന നേതാക്കന്മാരായിരുന്നേ ഈ 2011-12 കാലങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെ നോക്കിയാൽ നമുക്ക് ഞെട്ടിപ്പോകും. കാരണം നിരയായിട്ട് നിൽക്കുകയാണ് നേതാക്കന്മാർ. ഇപ്പം നമ്മളങ്ങനെ കാണുന്നുണ്ടോ? നമ്മളൊരു 4, 5, 6 നേതാക്കന്മാരിൽ ഒതുങ്ങി എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടി തന്നെ കോൺഗ്രസിന് എത്ര നേതാക്കന്മാരായിരുന്നു? ഇപ്പോൾ കോൺഗ്രസിന് എത്ര നേതാക്കന്മാർ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാനുണ്ട്? നമുക്ക് പറഞ്ഞാൽ കേട്ടോ 1, 2 ആൾക്കാർ, അത് പകുതി ആൾക്കാരും പുറത്താണ്.
ഈ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്ത് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു നേതൃനിരേനെ രണ്ടാമത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇനി അടുത്ത അധികാരത്തിലേക്ക് വരുമ്പോൾ ആരൊക്കെയായിരിക്കും കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഇവിടെ കേരളത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മുന്നിൽ ഒരു വലിയ രണ്ടാം നിര ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞല്ലോ. ആ രണ്ടാം നിരേനെ ഇപ്പോൾ കാണാനുണ്ടോ? അതുപോലെ തന്നെയാണ് അവിടെ നമുക്കൊരു നിരേനെ കാണാനില്ല. ആ നിര ഇല്ലാതായിട്ടുണ്ട്. ആ നിര ഇല്ലാതായി ആർക്ക് മനസ്സിലാകുന്നുണ്ട്? ഘടകകക്ഷികൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കേരളത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിം ലീഗ് സാറ്റിസ്ഫൈഡ് ആണോ? കേരള കോൺഗ്രസ് സാറ്റിസ്ഫൈഡ് ആണോ? ഏതെങ്കിലും പാർട്ടികൾ സാറ്റിസ്ഫൈഡ് ആണോ ഇവരുടെ ഘടകകക്ഷിയായി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞൊരു ചെറിയ ഉദാഹരണം, ഒരു സംസ്ഥാനത്തെ ഉദാഹരണം പറയുന്നത്. അതിന് കാരണക്കാരൻ ഈ മുസ്ലിം ലീഗോ കേരള കോൺഗ്രസോ CMPയോ ഒന്നുമല്ലല്ലോ. അതിനെല്ലാം കാരണക്കാർ കോൺഗ്രസ് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് നാഷണൽ ലെവലിലും. ഈ പറഞ്ഞ ആം ആദ്മിനെയും ഈ പറഞ്ഞ ശിവസേനയെയും DMKനെയും ഒക്കെ കൂട്ടിപ്പിടിച്ച് നിർത്താൻ കഴിയാതെ പോകുന്നത് ആരുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ്? കോൺഗ്രസിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. കാരണം അവർക്ക് അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് എന്നുള്ള ഒരു വലിയ ബലം ഉണ്ടായിരുന്നു. കാരണം ഈ ചിദംബരത്തെ പോലെയൊക്കെ ആൾക്കാരെ ഇറങ്ങി നിന്ന് ഇങ്ങനെ കൈകാര്യം ചെയ്ത് കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്ന സാധനം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ എന്താണ് പറയുക, ഈ ഘടകകക്ഷിക്ക് ഈ പാർട്ടിയോടും ഇന്ത്യ മുന്നണിയോടും കോൺഗ്രസിനോടുള്ള മുതിർന്ന ആൾക്കാരുള്ള സ്നേഹം വെച്ചിട്ട് പിന്നെയും നമ്മൾ ചെയ്യാറ്. നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഞാൻ ജനിച്ച കാലം തുടങ്ങി കൈപ്പത്തിക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അതുപോലെയുള്ള കുറച്ച് രാഷ്ട്രീയ മുന്നണികളുണ്ട്, DMKനെ പോലെയുള്ള ആൾക്കാർ. കാരണം DMK സംബന്ധിച്ചിടത്തോളം അവർക്ക് ദ്രാവിഡ മുന്നേറ്റ കഴിവെന്ന് പറഞ്ഞാൽ അവർക്ക് ദ്രാവിഡ സംവിധാനം വിട്ടിട്ട് BJPൻ്റെ കൂടെ ഒന്നും പോയി ചിന്തിക്കാൻ പോലും പറ്റില്ല. അവരെ നമ്മൾ നിവൃത്തിയില്ല. അവരാരോട് തന്നെ നിൽക്കും, അവർ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കും. പക്ഷേ അതിൽ തന്നെ ചിലപ്പോൾ ഭിന്നിപ്പുണ്ടാവും. കാരണം ഇങ്ങനെ ചെറിയ സ്ഥലത്ത് BJP കയറി വരുന്നതിന് അനുസരിച്ചിട്ട് അതിൽ തന്നെ ഭിന്നിപ്പുണ്ടാവും. അങ്ങനെയാണല്ലോ ഇത് വളർന്ന് വരുന്നത്. അപ്പം ഈ 2024 ഇലക്ഷനിൽ ഞങ്ങൾക്ക് ഇത്രയും സീറ്റ് കിട്ടി, ഇത്രയും കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാന്നേ. കാരണം അവരാണ് അധികാരത്തിലിരിക്കുന്നത്. അപ്പം ഇപ്പം CP രാധാകൃഷ്ണനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? കാരണം CP രാധാകൃഷ്ണന് BJPൻ്റെ വോട്ടേ കിട്ടേണ്ട കാര്യമുള്ളൂ. അവരതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ അതിനേക്കാളും കൂടുതൽ വോട്ട് കിട്ടുകയാണ്. അപ്പോൾ അത് വോട്ട് കിട്ടുമ്പോൾ അതിന് ജയിച്ചതായി കണക്കാക്കുക എന്നുള്ളതിന് പകരം നമ്മളിവിടെ ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ലല്ലോ. ഇതിനിപ്പം പോയിട്ട് വോട്ടിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആണെന്നും വാഷിംഗ് മെഷീനിൽ കുത്തിയതുകൊണ്ടാണ് വോട്ട് വന്നതെന്നൊന്നും പറയാൻ പറ്റുമല്ലോ. കറക്റ്റ് അതൊന്നും മിണ്ടാൻ പറ്റില്ല. അപ്പോൾ അപ്പോൾ ഇത് തന്നെയാണ് മൊത്തത്തിൽ നടക്കുന്നത്. പൊതുവായിട്ട് നടക്കുന്ന സംവിധാനം ഇതിനൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല. എന്തിനു വേണ്ടിയിട്ട് സമരം നടത്തുന്നറിയോ? വോട്ട് ചോദിക്കെതിരെ സമരം നടത്തുകയാണ്. കള്ള വോട്ടിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വന്തം പാർട്ടിയിലെ വോട്ട് കൊണ്ട് ഒരു അപ്പുറം കണ്ട കളയുന്നത്. അപ്പം ഇത് കോൺഗ്രസ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ട് ഇനി ഞാൻ പറയുന്നത് ഇതിനെങ്കിലും പാഠം ഉൾക്കൊള്ളണമെന്നേ. ഇവർക്ക് ഈ മുന്നണികളെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? അതിനൊരു പ്ലാനുണ്ടോ? ഒരു ലോങ് ലെവലിൽ പ്ലാനുണ്ടോ? ഇനിയിപ്പോൾ മിണ്ടാതിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ബീഹാർ ഇലക്ഷൻ മാത്രം ഫോക്കസ് ചെയ്ത് മിണ്ടാതിരിക്കും. ഇനിയിപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നത് 2030 ഇലക്ഷൻ ആയിരിക്കും കേട്ടോ. അത് 29 ഇലക്ഷൻ ആയിരിക്കും. 28 തുടങ്ങും ഒരു ഇന്ത്യ മുന്നണിയൊക്കെ തട്ടിക്കൂട്ടി ഒരു സാധനം കൊണ്ടുപോകും. അതുവരെ ഈ പാർട്ടികൾ അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ സംസ്ഥാന തലങ്ങളിലെ ഇലക്ഷനിൽ മുഴുവൻ സ്വന്തം മുന്നണിക്കെതിരെ മത്സരിക്കും. പോയിട്ട് നോക്കിക്കോളൂ. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന് CPM-നെതിരെ മത്സരിക്കും, CPI-ക്കെതിരെ മത്സരിക്കും, DMK-ക്കെതിരെ പോയിട്ട് അവിടെ തമിഴ്നാട്ടിൽ മത്സരിക്കും, കർണാടകയിൽ പോയിട്ട് അത് മത്സരിക്കും. എല്ലാം വിഭിന്നിച്ച് കൊണ്ടുപോകും. എന്നാൽ ഇതിനെതിരെ എല്ലാ രാജ്യങ്ങളും അങ്ങനെയല്ലേ? ലോകത്തുള്ള രാജ്യങ്ങൾ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതിൻ്റെ അകത്തൊരു ഐക്യം ഉണ്ടാവും. അതിൻ്റെ അകത്ത് 40% 30% അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ഒരു സംവിധാനത്തിൽ എന്നിട്ട് അവർ രാജ്യത്തിൻ്റെ ഭരണം പിടിക്കാൻ വേണ്ടി ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്നില്ലല്ലോ. പറയുമെന്ന് പറയോ, ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്, ഞങ്ങൾ ഈ വോട്ടിൽ നിന്ന് മാറി നിൽക്കണോ, ഞങ്ങൾ ഈ ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കണോ? അങ്ങനെയല്ല. ഇലക്ഷൻ മാറി നിൽക്കുക എന്നുള്ളതല്ല. നമുക്ക് ശക്തിയുള്ള സ്ഥലത്ത്, കോൺഗ്രസിന് ശക്തിയുള്ള സ്ഥലത്ത് കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. തെലങ്കാനയിൽ ഇവർക്കൊരു ഘടകകക്ഷിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? തമിഴ്നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? കേരളമാണല്ലോ ഉയർത്തിക്കൊണ്ട് വരേണ്ടത്. അല്ലാതെ നിങ്ങൾ പോയി മധ്യപ്രദേശിൽ ഉയർത്തിക്കൊണ്ട് വരൂ, നിങ്ങൾ പോയി ഗുജറാത്തിൽ കാരണം അവിടെ കോൺഗ്രസ് ഇല്ലയെന്ന്. അവിടെ ചെന്ന് എങ്ങനെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാനാണ്? ഘടകകക്ഷികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ഇതൊരു വലിയ പ്ലാൻ ഉണ്ടാവണം കോൺഗ്രസ്സിന്. ആ പ്ലാനൊക്കെ ഉണ്ടായി വരണമെങ്കിൽ നേരെ വെളുക്കും. ഞാൻ വിചാരിക്കുന്നില്ല 29 28 നടക്കുമെന്ന്. അതിനനുസരിച്ചുള്ള ഉദാഹരണങ്ങളാണ്. കാരണം വലിയ ശക്തമായി എല്ലാ മുന്നണികളും കൂടി നിന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമരത്തിൻ്റെ പുറകിലിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വന്തം പാർട്ടിയിലുള്ള വോട്ട്, അത് 500 വോട്ടാണേ, 500-ലധികം വോട്ട് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. എന്നിട്ടാണ് ഇവിടെ 100-130 കോടി ജനങ്ങളുടെ പകുതി വോട്ട് പിടിക്കാൻ പോകുന്നത്. രണ്ട് തരം തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് നേതാക്കന്മാരുടെ പോണേ. ഇത് 2 തരം തെരഞ്ഞെടുപ്പല്ല, നേതാക്കന്മാരുടെ വോട്ടല്ലേ പോണേ, അണികളുടെ അല്ലല്ലോ. MP-മാരെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അത് സ്വന്തം MP-മാർ, വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ, മുഖത്തോട് മുഖം പരിചയമുള്ള ആൾക്കാർ കള്ളവോട്ട് ചെയ്താൽ. അരുൺ സാറ് ഞാൻ ഒന്നിച്ച് ഭയങ്കര പരിചയക്കാരാണ്. ഞാൻ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ പോവാ, അവിടെ ചെന്നിട്ട് ഒരാൾ BJP-ക്ക് വോട്ട് ചെയ്ത അവസ്ഥ എന്താ? അതല്ലേ നടക്കുന്നേ. മാത്രമല്ല സാർ, ഇതിനകത്ത് നമ്മൾ ഈ 15 പേരുടെ മാത്രമല്ല 40 പേരുടെ കണക്കാണ് പറയുന്നത്. അതായത് 15 പേര് ഇൻവാലിഡ് ആക്കി, 14 പേര് വിട്ടുനിന്നു. അപ്പം മൊത്തം 29ആയി.
പിന്നെ അതിന് ശേഷമാണ് ബാക്കി കൂടിയിരിക്കുന്ന വോട്ടുകൾ. പക്ഷെ നോക്കൂ, BJP അവരുടെ ക്യാമ്പിൽ കണക്ക് കൂട്ടിയ 427 എന്നുള്ള നമ്പറിൽ നിന്ന് 25ഓളം കൂടുതൽ കിട്ടിയെന്നാണ് പറയുന്നത്. ശരിയാണ്, YS രാജശേഖര റെഡ്ഡിയുടെ പാർട്ടിയും കൂടെ അവരുടെ ഒപ്പം വരുന്നു. അപ്പോൾ നോക്കൂ, അതൊരു ആ അർത്ഥത്തിൽ പറഞ്ഞാൽ അവർ പ്ലാൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് അവർ കൂടുതൽ കിട്ടി. ഇപ്പുറത്താണെങ്കിൽ പ്ലാൻ ചെയ്തത് കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ആ ഇപ്പോഴുള്ള തരംഗം എന്താണ് എന്നുള്ളത് അവർക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതൊരു വലിയ പരാജയമല്ലേ? ഞാൻ പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞില്ല, ഞാൻ പറയും BJPക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണത്. അണികളുടെ വോട്ടാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ നമുക്ക് പറയാം, ഇതാ അണികൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, അണികൾ ഇത് പല പല ആസ്പെക്ട്സ് നോക്കിയിട്ട് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തെന്നൊക്കെ പറയാം. നേതാക്കന്മാരെ തെക്കേ ഇന്ത്യയിൽ ഈ പറയുന്ന ഘടകകക്ഷികളുമായിട്ട് ഇപ്പം കോൺഗ്രസിന് CPM ആയിട്ട് ഇവിടെ ചേരാൻ പറ്റൂ? അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, അതൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി, ആ ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ CPM ആയിട്ട് ചേരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ മത്സരിക്കുന്നു, എന്തിനാ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് CPM തോൽപ്പിക്കാൻ വേണ്ടി. നമ്മൾ ഇപ്പോൾ എല്ലാ കാലത്തും ചോദിക്കുന്ന ചോദ്യമാണ്, രാഹുൽ ഗാന്ധി CPM തോൽപ്പിക്കാനാണോ മത്സരിക്കുന്നത്? പക്ഷേ എന്താണ്, ഈ രാഹുൽ ഗാന്ധിക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റിയ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യയിലെ മണ്ഡലങ്ങളിൽ പോയി മത്സരിക്കുമ്പോൾ ആ സംസ്ഥാനത്തിനൊരു നേതൃത്വം കൊടുക്കാൻ കഴിയും അവിടെ മത്സരിച്ചാൽ. ഇവിടെ ഇത്രയധികം പിന്നെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും 10-20 MPമാരും ഉള്ള സ്ഥലത്ത് രാഹുൽ ഗാന്ധിൻ്റെയും കൂടെ ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കുമ്പോൾ അത് സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റുമോ എങ്ങനെ, അയ്യോ അങ്ങനെയൊന്നും ആവശ്യമില്ല, അങ്ങനെ അത് ഞങ്ങൾ വിചാരം ഞങ്ങളുടെ നേതാവിനെ ഏറ്റവും കൂടുതൽ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് പ്രധാനമന്ത്രിയാക്കുക. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അവർക്ക് ഉറപ്പിക്കാം ഏതാണ്, ഇവിടെ ഒരു പ്രധാനമന്ത്രി വരില്ല എന്ന്. കാരണം അത് ലോകം മുഴുവൻ അവർക്ക് കാര്യം മനസ്സിലാവും. സൗത്ത് ഇന്ത്യയിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കും, അത് കേരളം പോലെ സ്ഥലത്ത് മത്സരിക്കുമ്പോൾ. അതാണ് ഞാൻ പറയുന്നത്, സ്ട്രാറ്റജീൻ്റെ പ്ലാനാണ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വേറെ കാര്യം. പക്ഷെ അത് ചെയ്യാൻ പറ്റണം. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചത് വേറെ സേഫ് സീറ്റ് വേറെ കിട്ടാത്തതുകൊണ്ടാണ്. ശരി, ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി ഒന്നും. നമ്മൾ ഈ ദീർഘവീക്ഷണം എന്ന് എപ്പോഴും പറയുമല്ലോ. എന്താണ് ദീർഘവീക്ഷണം? അങ്ങനെയാണെന്ന് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് അങ്ങനെയാണെന്നേ, അല്ലാതെ എന്താണ് AK-47 വെച്ചിട്ട് ബീരങ്കി വെച്ച് വെടിവെച്ചിട്ടല്ല, പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോയി നേടിയെടുത്തതാണ് ഇതൊക്കെ. അതുപോലെ തന്നെയാണല്ലോ ഒരു പാർട്ടിയുടെ അധികാരത്തിൽ എത്താൻ വേണ്ടി പണിയെടുക്കുന്നത്, അങ്ങനെയല്ലേ? Meet the editors.